ഹലോ ഗൈസ്, ഇത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരുന്നു. എനിക്കത് ഓൾമോസ്റ്റ് ഒരു 95% ആൾക്കാരും എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നത് ഒത്തിരി വീഡിയോ റെഫറൻസ് ചെയ്തിട്ടൊക്കെ. കാരണം പീരീഡ്സിൻ്റെ ടൈമിൽ ഞാൻ പാട് ഉപയോഗിച്ചിരുന്ന സമയത്ത് എനിക്കൊന്ന് കിടക്കാനോ ഇരിക്കാനോ ഒന്ന് നേരെ ചൊവ്വെ നടക്കാനോ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചായിരുന്നു എണീച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ഇങ്ങനെ ബാക്ക് ചെക്ക് ചെയ്യും, ലീക്കിംഗ് ഉണ്ടോ എന്ന്. അങ്ങനെയാണ് എൻ്റെ ഒരു പീരീഡ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒത്തിരി വീഡിയോസും ഒക്കെ കണ്ടു. ഒരിടയ്ക്ക് ഭയങ്കര ഹിറ്റ് നിന്നായിരുന്നു മെൻസ്ട്രൽ കപ്പ്. അങ്ങനെയാണ് ഞാൻ ഒരു 1 ഇയർ ബാക്ക് മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്നത്. ഞാൻ അവസാനം മെൻസ്ട്രൽ കപ്പ് ഓർഡർ ചെയ്തിട്ട് മെൻസ്ട്രൽ കപ്പ് വന്നു. അപ്പം ഞാൻ അടുത്ത എൻ്റെ നെക്സ്റ്റ് പീരീഡ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. ഇത് വെക്കണമല്ലോ, എങ്ങനെയായാലും ഒന്ന് വാങ്ങിച്ചാലേ പൈസ കൊടുത്ത്. ഇത് സിറോണയുടെ മെൻസ്ട്രൽ കപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ ആണ്. നമുക്ക് അപ് ടു 8 to 10 hours പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. റീയൂസബിൾ ആണ്, എക്കണോമിക്കലി സേഫ് ആണ്. അപ്പം അങ്ങനെ ഞാനും മെൻസ്ട്രൽ കപ്പ് വാങ്ങിച്ചപ്പോൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ മൈ നെക്സ്റ്റ് പീരീഡ്സ്. ഇതൊന്ന് വെക്കണമല്ലോ, കാശ് കൊടുത്ത് വാങ്ങിച്ചു പോയില്ലേ, അപ്പം എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പം അതങ്ങനെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് വെക്കാൻ വേണ്ടി മോസ്റ്റ്ലി 3 ഫോൾഡാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ പഞ്ച് ഡൗൺ. അപ്പം ഇതിങ്ങനെ നമ്മൾ പക്കത്തേക്ക് പഞ്ച് ചെയ്തിട്ട് അപ്പം ഇവിടെ ചെറിയൊരു ഹോൾ വരും, നമുക്ക് ഇങ്ങനെ ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഇങ്ങനെ വെച്ചിട്ട് സി ഫോൾഡ്. ഓക്കെ, തേർഡ് വൺ ഇത് ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് ഇത് 7 ഫോൾഡ്. നമുക്കിത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതപ്പോൾ ഇവിടെ പോപ്പപ്പ് ആവും. അങ്ങനെയാണ് നമ്മൾ മെൻസ്ട്രൽ കപ്പിന്റെ 3-4 മെത്തേഡ്സ്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ കൂടുതലും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ 3 മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസിൽ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് ഈ പഞ്ച് ഡൗൺ മെത്തേഡാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ പഞ്ച് ഡൗൺ മെത്തേഡാണ്. നെക്സ്റ്റ് പീരീഡ്സ് വന്നു, ഞാൻ വാഷ്റൂമിൽ കയറി. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യണമല്ലോ. അതൊക്കെ ചെയ്ത് ഞാൻ വാഷ്റൂമിൽ കയറി. ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ല. ഈ മെത്തേഡ്സ് മൂന്നും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ പഞ്ച് ഡൗൺ മെത്തേഡാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡിൽ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്ത ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. കാരണം സംതിങ് ഈസ് ഇൻസൈഡ് മീ, അല്ലേ? അപ്പം നമ്മൾ കുറച്ച് സാധനം നമ്മുടെ അകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു കുറച്ച് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്തോ അവിടെ ഇരിക്കുന്ന ഒരു ഹെവി ഫീലിംഗ്, ഒരു ബാക്ക് പെയിൻ, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് കുറച്ച് സമയത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ കയറ്റി ഒരു അല്പസമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കംഫർട്ടബിൾ ആയി. ഓക്കെ, പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു 4 to 5 hours ഞാൻ വെയിറ്റ് ചെയ്തു. റിമൂവ് ചെയ്ത് നോക്കണമല്ലോ, എൻ്റെ എക്സ്പീരിയൻസ് അറിയണ്ടേ.